ഞാൻ വണങ്ങും ദൈവമൊരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല. ഞാൻ വണങ്ങും ദൈവമൊരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ 46 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഷ്ടതയുടെ നടുവിൽ കൂടെ നടക്കുന്ന ദൈവം. ആർക്ക് പറ്റും ദൈവമക്കളെ? പേരും അതുപോലുള്ള സ്ഥാനമാനങ്ങളും അതുപോലെ സമ്പത്തും ഉണ്ടെങ്കിൽ കൊണ്ടു നടക്കാനൊക്കെ എല്ലാവരും ഉണ്ടാവും. ഒരു മഹാകഷ്ടത കടന്നു വരുമ്പോൾ, നിന്ദയുടെ ഒരു അനുഭവം വരുമ്പോൾ, കണ്ണുനീരിൻ്റെ ഒരു അനുഭവം വരുമ്പോൾ, കഷ്ടതയുടെ ഒരു സമയം വരുമ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും കാണുകയില്ല ദൈവമക്കളെ. അതൊക്കെ കണ്ടു കേട്ട് എല്ലാവരും ഭയപ്പെട്ടു പോകും. അപ്പോഴും ആ കഷ്ടതയുടെ സമയങ്ങളിലും കൂടെ നടക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അനുഭവത്തിൽ മനസ്സിലായില്ലേ ദൈവമക്കളെ? ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ കണ്ട ഒരാളാണ് ഞാൻ. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ആമേ സ്തോത്രം. കഷ്ടതയുടെ സമയത്ത് മാറാത്ത ദൈവം. ആമേ. ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും കടന്നു വന്നപ്പോൾ എനിക്ക് കൃപ ലഭിക്കുന്നതിന് മുമ്പ് എൻ്റെ രോഗവും അതിനുശേഷം എൻ്റെ ജോലിയിലുണ്ടായ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഒരുപാട് കടന്നു വന്നപ്പോൾ ദൈവമക്കളെ, ഒത്തിരി കഷ്ടതയുടെ നടുവിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഒത്തിരി പേരൊന്നിച്ച് കൂടുന്ന വീടായിരുന്നു. അച്ഛൻ്റെ ആൾക്കാരും അമ്മയുടെ ആൾക്കാരും വേണ്ടപ്പെട്ടവരും എല്ലാവരും. കഷ്ടത വരുമ്പോൾ ദൈവമക്കളെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭയപ്പെട്ടെല്ലാവരും മാറിപ്പോകും. കൂടെ നിന്നാൽ അവരുടെ പേര് പോകും. അവർക്ക് നഷ്ടം വരും, അവർക്ക് കഷ്ടം വരും. സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാകാന്ന കാര്യം. അപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ആ കഷ്ടതയുടെ സമയത്തിലും മാതാപിതാക്കളുടെ കരുതൽ മാറിയില്ല. അതിനൊക്കെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ്റെ സ്നേഹം ഒരുപാട് അനുഭവിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ഓർമ്മ വച്ച കാലം മുതൽ എൻ്റെ അപ്പൻ്റെ മരണം വരെ ഞങ്ങളെ പൊന്നുപോലെ സ്നേഹിച്ചു, മക്കളെ 4 പേര്. എന്നാലും അപ്പനും ചെയ്തു തരാൻ പറ്റുന്ന സഹായങ്ങളും കരുതലും ഒക്കെയുണ്ട്. അതിൻ്റെ ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞാൽ അവർക്കും ഇല്ലല്ലോ ദൈവമക്കളെ. ആ പരിധിക്കപ്പുറത്തും വാത്സല്യം കാണിച്ച ദൈവം, ജീവനെ പകർന്നു തന്ന ദൈവം, ബലം നൽകിയ ദൈവം, ശക്തി തന്ന ദൈവം, സൗഖ്യം തന്ന ദൈവം, പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, അതിലൂടെ അക്രൈസ്തവ കുടുംബത്തിലായിരുന്ന എന്നെ എൻ്റെ കർത്താവ് വീണ്ടെടുത്ത് 33 വർഷക്കാലം ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ദൈവം സഹായിച്ചു. നാളെ ഒരു ദിവസമുണ്ടോ, ഇനി ഒരു മാത്രമുണ്ടോ? ഉണ്ടെങ്കിൽ ആ സമയത്തിനും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇത്ര കാലം നടത്തിയ ദൈവത്തോട് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, ദൈവമക്കളെ, കഷ്ടത വന്നാൽ മാറിപ്പോകാത്തൊരു ദൈവം നമ്മുടെ ദൈവം. നമുക്കൊന്ന് ഒരു തെറ്റു പറ്റിയാൽ, ഒരു വീഴ്ച വന്നാൽ ദൈവമക്കളെ എല്ലാവരും നിന്ദിച്ച് മാറിപ്പോകുമ്പോൾ നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന അടുത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കരം പിടിച്ച് ബലപ്പെടുത്തി നമ്മളെ ശക്തീകരിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ എൻ്റെ കർത്താവിനല്ലാതെ ആർക്ക് സാധിക്കും? ദൈവമക്കളെ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുരുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളമിരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എത്ര സത്യം! ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന മക്കൾക്ക് ഇതുപോലെ തന്നെ പറയാൻ പറ്റും. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ കാണുവാൻ ഇട വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് ആരാധിക്കുമ്പോൾ ഉത്തരം തരുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വിളിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം, സകല മഹത്വവും പുകഴ്ചയും കർത്താവിന് കൊടുക്കാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടികളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിലും മാറിപ്പോകാത്ത നല്ല ദൈവം, എൻ്റെ കർത്താവെ, കഷ്ടങ്ങളിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണയായി നിൽക്കുന്ന ദൈവം. കഷ്ടത കടന്നു വരുമ്പോൾ മാറിപ്പോകുന്ന ബന്ധങ്ങളെ ലോകത്തുള്ളൂ കർത്താവെ, ഞങ്ങളത് അറിയുന്നു കർത്താവെ. എന്നാൽ കഷ്ടകാലങ്ങളിൽ ഞങ്ങളുടെ കൂടെ നടന്ന്
കർത്താവെ, ഞങ്ങൾക്ക് തുണ നിന്ന് ഞങ്ങളെ ഇതുവരെയും കരം പിടിച്ച് നടത്തിയ ദൈവമേ, അങ്ങ് വലിയവനാ. ആ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആയുസ്സിനെ നീട്ടിക്കൊടുത്ത് വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും ഏഴകളെയും പൊടിയോളം താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദൈവമഹത്വം അനുഭവിക്കുന്ന മക്കൾക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ ലജ്ജ കൂടാതെ യഹോവ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പറയാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.